ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്കാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് ED. CMRLൽ നിന്ന് ലഭിച്ച പണം എവിടെ നിക്ഷേപിച്ചു എന്നതുൾപ്പെടെ കണ്ടെത്താൻ വീണയെ വിശദമായി ചോദ്യം ചെയ്തേക്കും. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഉന്നതർക്ക് CMRL എന്തിനാണ് പണം കൈമാറിയതെന്നും EDയുടെ അന്വേഷണ പരിധിയിലുണ്ട്. വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? കുമാർ, വീണയുടെ സ്വത്തുക്കളിലേക്ക് കൂടി EDയുടെ അന്വേഷണം പോകുന്നു. അതായത് ED ഈ കേസിൽ അന്വേഷണം കുറച്ചുകൂടി പിടിമുറുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വത്തുക്കളിലേക്ക് അന്വേഷണം പോകുന്നതിന്റെ കാരണം ഇത്തരത്തിൽ CMRL നിന്ന് കൈപ്പറ്റിയ പണം എവിടെ നിക്ഷേപിച്ചു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ കണ്ടെത്തുക ആണെങ്കിൽ അത് പ്രൊസീഡിംഗ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ടുള്ള തുകയാണ്. അതെവിടെ നിക്ഷേപിച്ചു എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ സ്വത്തുക്കളുടെ വിവരങ്ങൾ കൂടി ED അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ വീണ ടിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും ED കണക്കാക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പക്ഷേ അതിൽ ചില വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഈ പണം എന്തിന് കൈപ്പറ്റി, എന്ത് സേവനമാണ് എക്സാലോജിക് CMRL നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണം എന്നുള്ളതാണ് വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ റെയ്ഡിന് ശേഷം ഇനി അടുത്ത ഒരു നടപടി EDയുടെ എന്ന് പറയുന്നത് സമൻസ് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ സമൻസ് അയച്ചു കഴിഞ്ഞാൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകേണ്ടി വരും. അത് അധികം വൈകില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ ഈ ഒരു പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഫാസ്റ്റായി ED ഈ കേസിൽ ഇടപെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഈ സമൻസ് അയക്കുകയും ആ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ED ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CISFന്റെ ജവാന്മാരെ നമുക്കിവിടെ കാണാം. ഇവർ മാത്രമായിരുന്നു ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 25ഓളം കേരള പോലീസും ബാരിക്കേഡും വെച്ച് ഇവിടെ മറച്ചിരിക്കുകയാണ്. ഇന്നലത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കൊച്ചിയിലെ ED ആസ്ഥാനത്ത് വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബാരിക്കേഡുകൾ ഉൾപ്പെടെ മറച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. പോലീസുകാരും 25ഓളം വരുന്ന പോലീസുകാർ ഓരോ ഘട്ടങ്ങളിലായും ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.